വലിയ പ്രതീക്ഷകളും അതിലേറെ വാഗ്ദാനങ്ങളുമായാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലേറുന്നത്. എന്നാൽ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ അത്ര പന്തിയല്ല. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ദിവസത്തെ ധൂർത്ത് 2 കോടിക്ക് മുകളിലാണ്. ഡൽഹിയിലെ ദിനപത്രങ്ങളിൽ പിണറായിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒന്നാം പേജ് പരസ്യത്തിന്റെ ചെലവ് നിർവഹിച്ചിരിക്കുന്നത് പാർട്ടിയല്ല, കേരള പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റാണെന്ന് ചുരുക്കം. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കേണ്ട അധിക ചെലവാണെന്ന് പറഞ്ഞ് മാതൃക കാട്ടിയ നിയുക്ത മുഖ്യമന്ത്രിയുടെ പരസ്യം തന്നെയാണിതെന്നും ഓർക്കണം. കണക്കുകൾ പ്രകാരം ഹിന്ദുസ്ഥാൻ ടൈംസിന് മുഴുവൻ പേജ് പരസ്യത്തിന് നൽകേണ്ടത് 1,36,00,000 രൂപയാണ്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് 96 ലക്ഷവും. ഇങ്ങനെ 10ഓളം പത്രങ്ങളിലാണ് പരസ്യം നൽകിയത്. അതായത് പത്രപരസ്യത്തിന് മാത്രം ചെലവായത് 2 കോടിയിലധികം നികുതി പണം. ഇത്രയും തുക എവിടെ നിന്നാണെന്ന ചോദ്യത്തിന് ഖജനാവ് കാലിയാണെന്ന് പറയുന്ന നിയുക്ത ധനമന്ത്രി തോമസ് ഐസക്കും മറുപടി പറയേണ്ടതുണ്ട്. ഒരു സർക്കാർ അധികാരത്തിലേറി നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചാണ് പരസ്യം നൽകുന്നതെങ്കിൽ അത് സർക്കാരിനും പൊതുജനത്തിനും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ അധികാരത്തിലേറുന്നതിന് മുൻപുള്ള ഇത്തരം നീക്കങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേർന്ന തലെന്ന കാര്യത്തിൽ തർക്കമില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ പത്രപരസ്യം നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. എന്തായാലും നരേന്ദ്രമോദി ടൈപ്പ് പ്രചാരണ കലാപരിപാടികൾ തന്നെയാണ് പിണറായി വിജയനും തുടരുന്നതെങ്കിൽ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും യാതൊരു കുറവുമുണ്ടാകില്ലെന്ന് വ്യക്തം.